പോപ്പ് ഫ്രാൻസിസ് അനശ്വരതയിൽ ലോകവും വിശ്വാസി സമൂഹവും പോപ്പിന് വിട നൽകി. ലോക നേതാക്കൾ വത്തിക്കാനിലെത്തി മടക്കം അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ആദരം ഏറ്റുവാങ്ങി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കുള്ള 3 ഭീകരരുടെ വീടുകൾ കൂടി തകർത്തത് പുൽവാമയിലെ അക്സാൻ ഉൽ ഹഖ്, ഹാരിസ് അഹമ്മദ്, ഷാഹിദ് അഹമ്മദ് എന്നിവരുടെ വീടുകൾ. നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വീണ്ടും പാക് വെടിവെപ്പ്. തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യക്കെതിരെ ആണവായുധ ഭീഷണിയുമായി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന് ആരും മറക്കരുതെന്ന് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ്. പാകിസ്ഥാന് വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധത്തിനിറങ്ങുമെന്ന് പ്രതിരോധ മന്ത്രി. വെള്ളം ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുകുമെന്ന ഭീഷണിയുമായി ബിലാവൽ ഭൂട്ടോ. सिंधु पे हमला हुआ है. भारत को कहना चाहूंगा कि सिंधु हमारा है और सिंधु हमारा रहेगा. इस दरिया से हमारा पानी बहेगा या उनका खून बहेगा. ഇറാനിലെ ബന്ദർ അബ്ബാസിലെ തുറമുഖത്തിലുണ്ടായ സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. 561 പേർക്ക് പരിക്ക്. സ്ഫോടനമുണ്ടായത് തുറമുഖത്തിലെ കണ്ടെയ്നറുകളിൽ നിന്ന്. തുറമുഖത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു. രക്ഷാപ്രവർത്തനം തുടരുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്ക് കുരുക്കായി സ്വന്തം മൊഴി. CMRL നിന്ന് പണം വാങ്ങിയത് സേവനം നൽകാതെയെന്ന് വീണ സമ്മതിച്ചെന്ന് SFIO. നിർണായക മൊഴിയുടെ വിശദാംശങ്ങൾ SFIO കുറ്റപത്രത്തിലെ വിവരങ്ങൾ നിഷേധിച്ച് ടി വീണ. പ്രചരിക്കുന്ന മൊഴി വ്യാജമെന്നും വീണ. മോട്ടോർ വാഹന വകുപ്പിൽ കൂട്ട സ്ഥലം മാറ്റം. 221 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ സ്ഥലം മാറ്റി ഉത്തരവിറക്കി. 48 മണിക്കൂറിനുള്ളിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം. നടപടി കോടതി ഉത്തരവ് പ്രകാരമെന്ന് ഗതാഗത കമ്മീഷണർ. ഉത്തരവ് ചട്ടവിരുദ്ധമെന്ന് ആക്ഷേപം. MGS ഇനി ചരിത്രത്തിന്റെ സ്മൃതിപഥത്തിൽ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. സർക്കാരിന് വേണ്ടി പുഷ്പചക്രം അർപ്പിച്ചു മന്ത്രി AK ശശീന്ദ്രൻ. വിടവാങ്ങിയത് കേരളത്തിലെ ചരിത്രശാഖയ്ക്ക് ദിശാബോധം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ KPCC പ്രസിഡന്റ് K സുധാകരന്റെ മൊഴിയെടുത്ത് അന്വേഷണ സംഘം. മൊഴിയെടുത്തത് സുധാകരന്റെ കണ്ണൂരിലെ വസതിയിലെത്തി. പോലീസ് അന്വേഷിച്ചത് NM വിജയൻ അയച്ച കത്തിനെക്കുറിച്ചെന്ന് K സുധാകരൻ. പാർട്ടിയിൽ ചർച്ച ചെയ്ത ശേഷം കൂടുതൽ നടപടികളെന്നും സുധാകരൻ.